പശുവിനെ അങ്ങനെ ചന്തയിൽ നിന്ന് വാങ്ങിക്കൊടുന്ന് ഇവിടെ വന്ന് ഇവള് പജ്ജും പെറ്റിക്കണ് വേഗം വരികയാണ് പെണ്ണുങ്ങൾ. അങ്ങനെ വന്ന് അപ്പോൾ നല്ലൊരു മൂരിക്കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടീനെ ഒരു തുള്ളി കറക്കാൻ പജ്ജയക്കൂല. പജ്ജ് ചെന്നാൽ പാത്രം കണ്ടാൽ തുടങ്ങും ചവിട്ട്. അതിൽ ഈ കുട്ടി കുടിച്ച് മുറ്റനായി. അപ്പോൾ 8 മാസം ആകുമ്പോൾ കാളൂട്ടണമെങ്കിൽ കുട്ടി പാല് കുടിച്ച് തന്നെ വേണം. അപ്പോൾ ആ പുള്ള് പാലും ആ പജ്ജിൻ്റെ ആ മൂരിക്കുട്ടി കുടിച്ച് തന്നെ ഒരു തുള്ളി നമ്മളാരും കറന്നില്ല. ആ മൂരിക്കുട്ടിനെ കൊണ്ടുപോയി 8ാമത്തെ മാസത്തിൽ കാളൂട്ടി മാമേങ്കര കാളൂട്ടുണ്ടതിൽ ബാപ്പുവജിൻ്റെ അവിടുന്ന് ആ കാളകൂടിൻ്റെ ബാപ്പുവജി ചോദിച്ചു കൊടുത്തില്ല. പിന്നെ ഞാൻ കുറേ ദിവസം കഴിഞ്ഞ് ഇങ്ങനെ പണിയൊക്കെ എടുത്ത് കുറച്ചുകൂടി പൈസ ഉണ്ടാക്കി ചന്തി ചെന്നപ്പോൾ ഒരു മൂരിക്കുട്ടി കൂടി കിട്ടി. അങ്ങനെ രണ്ടും കൂടി കൊണ്ടുപോയിട്ട് വെളിയന്തോട് കാളൂട്ടണ്ടത്തിൽ വെളിയന്തോട് ഇവിടെ പോകുമ്പോൾ വലത്തെ ഭാഗത്ത് ഫോറസ്റ്റിൻ്റെ അരിക്കേണ്ടൊരു കണ്ടം. ആ കണ്ടത്തിൽ കൊണ്ടുപോയി പൂട്ടി അവിടുന്ന് വിറ്റ് പോന്നു. അങ്ങനെ വാപ്പാൻ്റെ ഇതിങ്ങനെ ചെറുങ്ങനെ അങ്ങനെ കൊണ്ടുവരുന്നതാണ്ട് പിന്നെ നമ്മൾ കുറച്ചങ്ങനെ ആയി. അപ്പം ഇവിടെ ഒക്കെ അങ്ങനെ പണിയെടുത്ത് ഇറച്ചിപ്പണിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നപ്പം ഇവിടെ പാലമാട് പള്ളിപ്പാടത്തൊരു കാളൂട്ടെണ്ണം കളച്ചു. ആ കണ്ടം കളച്ച് അതിൽ കണ്ടം കളച്ച് അവിടുന്ന് ഇങ്ങനെ കാളൂട്ടി അപ്പളിപ്പളൊക്കെ ഓരോന്നും വാങ്ങി പൂട്ടി ഇങ്ങനെ പോകുന്നത്. അങ്ങനെ ഈ പെര കയറ്റിയത് ഞാൻ ഒരു മൂരി കാളൂട്ടി വിറ്റ് കണ്ടാണ് ഈ പെര കയറ്റി. പിന്നെ അവിടുന്ന് ഇങ്ങനെ പോകുന്ന അപ്പത്തിന് പിന്നെ രണ്ടാമതൊരു കല്യാണമൊക്കെ കഴിച്ച് അതിൽ ഉണ്ടായ കുട്ടികളെ ഇബല് 3 ആൾ. അതിൽ ഇബല് 3 ആളും മറ്റോരും ഒക്കെ ഈ ചെരുപ്പം മുട്ടിമ്മ കയറി നോക്കി ആരും ലെവലാണില്ല. ലെവലായത് ഈ ഏറ്റവും ചെറുതാ 8ാമത്തോനാ. അപ്പോൾ ഓം അതിമങ്ങനെ 5-6 വെറുതെ അങ്ങനെ കയറ്റി ഒരു 5-6 പ്രാവശ്യം വിട്ടപ്പോൾ ഓനങ്ങനെ ലെവലായി. എന്നാൽ ഓനങ്ങനെ നിൽക്കട്ടെ വിചാരിച്ചാണ് അങ്ങനെ 2 ചേടമൂരികളെ വാങ്ങി അങ്ങനെ ഒരു കാളിമൂരിയും വാങ്ങി അങ്ങനെ ഓനെ അങ്ങനെ പഠിപ്പിച്ചു. ഓൻ വന്നുകൊണ്ട് എന്നോട് ഇപ്പം ഞാനൊന്ന് കയറി നോക്കട്ടെ നെബലൊക്കെ ബുക്കിയല്ല ഞാനത് കയറി നോക്കട്ടെ പറഞ്ഞു. അങ്ങനെയാണ് ഓനെ ഇന്നലെ കയറ്റി ലെവലാക്കിയത്. അന്ന് തന്നെ കയറിന് അന്ന് തന്നെ 5 പൂട്ട് പൊട്ടിച്ചു. 5 പൂട്ടിനും വീണില്ല. അതിമട നിന്നു. അപ്പോൾ പിന്നെ ആൾ ഇങ്ങനെ ബിച്ചാവ് ഇവരൊക്കെ പറഞ്ഞു നമുക്ക് ഓനെ വലിയ പൂട്ടുകൾക്ക് നമുക്ക് എല്ലാവരും കൂടത്തേക്ക് കൊണ്ടുപോകണം. ആ മൂരികളെ വെക്കല്ലേ നിങ്ങൾ കാരണം. അങ്ങനെ ഒരു ചെറിയ കറുത്ത കാളി ബിച്ചാവ് പറഞ്ഞ ആ കാള വാങ്ങിക്കൂളി അത് പറ്റുവാൻ പൂട്ടാൻ. അങ്ങനെ ആ കാളിയും വാങ്ങി ഒരു മൂരിക്കുട്ടി ഒരു ചന്തയിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്നൊരു ചേട മൂരിക്കുട്ടിയായിട്ട് അങ്ങനെ ഓനായ്മ ഇങ്ങനെ കയറി ഫസ്റ്റിൽ പൂട്ടുന്നത് പിന്നെ മണ്ണാർക്കാട് കാളൂട്ടണ്ടതില്ല ഫസ്റ്റിൽ പൂട്ടുന്നത് കൊണ്ടുപോയി കണ്ട്. അവിടുന്ന് അങ്ങനെ പിന്നെ എല്ലാ കണ്ടതും കൊണ്ടുപോയി തുടങ്ങി. എല്ലാ കണ്ടതും കൊണ്ടുപോയി എല്ലാ കണ്ടത്തുനിന്നും പൂട്ടി. അതിന് കുറേ കപ്പുകളൊക്കെ ഉണ്ട്. ഒരു 10-20-30 കപ്പും ഉണ്ട്. ചെറിയ ട്രോഫികൾ കുറേ അങ്ങനെ അവിടെ ആൾമറിയിലുണ്ട്. അങ്ങനെ ഇപ്പോൾ ലാസ്റ്റ് കരുളായി പൂട്ടി അവിടുന്ന് വലിയ അപ്പോൻ്റെ അത്ര വലുപ്പമുണ്ടൊരു കപ്പ് കിട്ടി. അങ്ങനെയാണ് കാളൂട്ടിക്ക് ഇറങ്ങാൻ കാരണം. ഓം അതിമ നിന്നപ്പോൾ പിന്നെ അങ്ങനെ ഒരു കമ്പം വന്നു. അപ്പോൾ പിന്നെ ഒരു മൂരി കാളി ഇവിടെ കിട്ടും. ഒരു മൂരിപ്പം ഞങ്ങൾ ഓം പൂട്ടിയ മൂരി വിറ്റിപ്പം പുല്ലൂർ സപ്പി പറഞ്ഞ ആളെടുത്താണ്. വണ്ടൂര് നമ്മളെ കാരണവനെ വാനാണ് ആദ്യം ഞാൻ കൊടുത്തത്. ഓം പുല്ലൂർ സപ്പിക്ക് കൊടുത്ത്. ഈ കൊല്ലം ഏറ്റവും കൂടുതൽ കപ്പ് വാങ്ങിയ മൂരി ആ മൂരിയാണ്. പൂട്ടി കൊടുത്തോളല്ലേ. മുതല്ലൂരിലാണ് 2ാമത്തെ പൂട്ട് കൂടുന്നത്. ആ മുതല്ലൂർ പൂട്ടിന 2ാമത്തെ പൈസ അവിടെ കൊടുത്തതിൻ്റെ ബാലൻസ് പൈസ ഓം നമ്മളിതാണ് വാങ്ങിയിട്ട് ഈ ചാരിറ്റി ഇതിക്ക് കൊടുക്കുകയാണ്. അല്ലാതെ നമ്മൾക്കൊരു പൈസയും നമ്മളെ അതിൽ നിന്ന് എടുക്കാനായിക്കൂല. ഇതിങ്ങനെ ക്രൈസ്തവരല്ല കാരണം എല്ലാ കാക്കന്മാരും ഇങ്ങനെ കയറി അതുപോലെ കൂണു. അപ്പോൾ പിന്നെ ഇപ്പാനോട് ഞാൻ പറഞ്ഞു ഞാൻ കയറട്ടെ ചോദിച്ചു. അപ്പോൾ ഇപ്പോൾ കയറിക്കാരണം അങ്ങനെ കയറി തന്നെയാണ് ഇപ്പോൾ ഇത് ശീലിക്കണേ. അപ്പോൾ എല്ലാ കണ്ടത്തിൽ ഇപ്പം കൊണ്ടുപോകും അങ്ങനെ പൂട്ടും. ഇപ്പോൾ കുറേ ചേരായി. ഇപ്പം എല്ലാ കണ്ടത്തിൽ പൂട്ടലുണ്ട്. ചാരിറ്റിക്കോ വെച്ചാത്ത ആൾക്കാരല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മൾക്കും ഓരോൾക്കാർ ഇങ്ങനെ പൈസ തരണ്ടല്ലേ അതേമാതിരി അങ്ങനെ കൊടുത്തു. എൻ്റെ പേര് ആദിൽ. ഞാൻ പഠിച്ചത് നാലേക്കാവ് സ്കൂളിലാണ്. കൂട്ടുകാരും ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ്. അപ്പോൾ കപ്പൊക്കെ എടുത്ത് തരുമ്പോൾ ഓൽക്കും ആവശ്യമാണ് ചോദിച്ചാൽ അങ്ങനെ ഞാനും പോവും. ഇതാണിപ്പോൾ ഞാൻ പൂട്ടിന് 2 മൂരികൾ. ആദ്യം ഈ കാളമ്മേന് പൂട്ടിന്. ഈ കാള ലേശം പോരേനു മൂരി നല്ലോ മണ്ടും. അപ്പോൾ അത് പോരായിട്ട് ഇപ്പോൾ വലിയ കാള വാങ്ങി തന്നാണ് ആ കാള. ഇപ്പോൾ 2ഉം ഒരേമാതിരിക്ക് മണ്ടും. സെക്കൻഡ് ഇറങ്ങണുണ്ട്. 2ഉം നല്ല സുഖമാണ് പൂട്ടാൻ. 2 പല്ല് പറഞ്ഞാൽ 3 വയസ്സെന്നാണ് പറയുന്നത്. 2-2.5 വയസ്സിൽ 2 പല്ല് പറയും. പിന്നെ 2 പല്ല് പറഞ്ഞു കഴിഞ്ഞാൽ 5-8 മാസം കഴിഞ്ഞാൽ 4 പല്ല് പറയും. ആ 2 പല്ല് പറഞ്ഞ് 2ാം പല്ല് പിന്നെയും പറയും. പിന്നെയും ഒരു 5-8 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു കൊല്ലം കഴിയുമ്പോൾ 6ാം പല്ലും പറയും. പിന്നെ 6ാം പല്ല് പറഞ്ഞൊരു
5-6 മാസം കഴിയുമ്പോൾ പിന്നെ 8-ാം പല്ല് രണ്ടും പറയും. അത് പറഞ്ഞാൽ പിന്നെ പല്ലൊത്ത് വരുമ്പോൾ ഒരു 5-8 വയസ്സ് ആയി, 6-7 വയസ്സ് എന്തായാലും ആയി. പിന്നെ അവിടുന്നാണ്ട് പിന്നെ മൂരിയാക്ക് മുടുക്ക് കൂടി വരുന്ന ടൈമാണ് പല്ലൊക്കെ പറഞ്ഞു വരുമ്പോൾ. മറ്റേത് പാൽപ്പല്ലാണ് പറഞ്ഞു പോണത് ഫുള്ള്, പാല് കുടിച്ച പല്ലാണ് പല്ല് പറഞ്ഞു പോണത്. പിന്നെ പറയില്ല, പിന്നെ നമ്മളെ മാതിരി തന്നെ പറയാതെ അടക്കും. പിന്നെ തേച്ചിൽ വരും ചില കന്നാക്ക് പല്ലിന്. തേച്ചിൽ വന്നാൽ അതൊരു 2-ാം നമ്പറാണ് പല്ലിന് തേച്ചിൽ വന്നാൽ. ചന്തിയിലൊക്കെ പിടിച്ച് നോക്കുമ്പോൾ 2-ാം നമ്പറായിട്ടാണ് കാണുക. അത് പല്ല് തേഞ്ഞിക്കണ മാണ്ടാറി. അങ്ങനെയൊക്കെയാണ് ആക്കാലിൻ്റെത്. പുടുവള്ളിപ്പൂട്ടാണ് ഫസ്റ്റിൽ മൂരിക്കുട്ടിയേക്ക് വരിക. പുടുവള്ളിപ്പൂട്ട് വരുമ്പോൾ പല്ല് പറയാത്തതും പല്ല് പറയാത്തതാണ് പൂട്ടി ചേലാക്കി ഇങ്ങനെ കൊണ്ടുവരല്. മൂരികളെ ചേലാക്കി കൊണ്ടുവന്ന് പിന്നെ 4 പല്ലിൽ കാളി 4 പല്ലിൽ മൂരി പൂട്ട പുടുവള്ളിക്ക്. അത് ഒരാൾ ബാക്കിൽ മണ്ട് കഴിക്കുക. പിന്നെ ഈ 4 പല്ല് കഴിഞ്ഞാൽ 5-ാം പല്ല് പറഞ്ഞാൽ 6 പല്ല് പറഞ്ഞാൽ പിന്നെ ആ മൂരി പറ്റൂല, പുടുവള്ളിക്ക് പറ്റൂല. പിന്നെ ആ മൂരി 6 പല്ല് പറഞ്ഞാൽ പിന്നെ നല്ല കോയും അതൊക്കെ കൊടുത്ത് മുതലയൊക്കെ കൊടുത്ത് പിന്നെ ഇതുമ്മൽ വെക്കും, ചെരുപ്പുമ്മല വെക്കുക. ചെരുപ്പ് വെച്ചിട്ടാണ് പൂട്ടുക. അല്ലാതെ പുടുവള്ളിയിൽ അതിനെ റിമാൻഡ് കുറഞ്ഞു, അതിൻ്റെ ഇത് പോയി. ഇതാണ് ചെരുപ്പ് മുട്ടി, ഈ സാധനം. ഇതാണ് നഖം. ഇത് ഇടത്തോളം കയറി അറിയും ഈ സാധനം. ഇത് മൂരിൻ്റെ ഭാഗത്ത് ഇട്ടിട്ട് 3 ആള് കണ്ടത്തിൻ്റെ നടുക്ക് നിന്ന് പിടിച്ചു. 3 ആള്. അപ്പോഴേ മൂരി ബാലൻസിൽ വരുള്ളൂ. കാള പരമ്പരയ്ക്ക് വലിച്ചു പോകുമ്പോൾ മൂരി ബാലൻസിൽ വരണമെങ്കിൽ കയറ് വേണം. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ആൾക്കാർ മേത്തൂടെയൊക്കെ കയറി പോവും. ഇതുമ്മൽ നിൽക്കുമ്പോൾ പിന്നെ ഇതിവിടെ ഇതുമ്മൽ കെട്ടുമ്പോൾ ഇതുമ്മ നിൽക്കേണ്ടിയ ഒറ്റക്കാലുമ്മലാണ്. ഒറ്റക്കാലുമ്മ അങ്ങനെ നിൽക്കണം. ഒറ്റക്കാലുമ്മ അങ്ങനെ നിന്നിട്ട് ഈ കാല് വള്ളത്തിൽ കൂടി വലിച്ചിട്ടാണ് ഇതുമ്മ നിൽക്കുക. എന്നിട്ട് പിന്നെ കുറച്ചെണ്ണം ചെല്ലുമ്പോൾ ഇവിടേക്ക് കയറ്റും കാല് നേരക്ക്. അങ്ങനെയാണ് ഇതുമ്മൽ പോവുക. ഇതുമ്മ പോകണമെങ്കിൽ ചില്ലറക്കാരെ കൊണ്ടൊന്നും ഒരു വിധക്കാരെ കൊണ്ടൊന്നും ഇതുമ്മ പോകാൻ കഴിയില്ല. ഇതുമ്മൽ ഇതിനൊരു ബാലൻസ് ഉണ്ട്. ആ ബാലൻസിനെ പോകുന്നത് ഇത് വള്ളത്തിൽ പാളുകയാണ്. മൂരികൾ എത്രത്തോളം സ്പീഡ് കൂടണം അത്രത്തോളം ഇത് നിലത്തുനിന്ന് പൊന്തിയിട്ടാണ് ഇത് പോവുക. നിലത്ത് കൂടെ വരതി പോവില്ല. വരതി പോവുകയാണെങ്കിൽ 2 പൂട്ടിനേ ഇത് ഉണ്ടാവുള്ളൂ, തേഞ്ഞു പോകും. അപ്പോൾ അത് കണ്ടം ഫുള്ളും മണലാണ്. മൂരികളെ കുളമ്പ് വരെ താകാതെ നിൽക്കുക ചെയ്യുക, കുളമ്പ് താവൂല. അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. കാര്യമായിട്ട് ഈ കാളപൂട്ട് ഉണ്ടാക്കുന്നത് തന്നെ പാവങ്ങളെ സഹായിച്ചാനാണ്. കാളൂട്ട് എവിടെ ഉണ്ടോ അത് പാവങ്ങളെ സഹായിച്ചാന്നില്ലാണ് ഇതിൻ്റെ ലക്ഷ്യം. വേറൊരു ലക്ഷ്യമൊന്നുമില്ല. മുതലാളിമാരാണുള്ളത്, പൈസ ഉള്ളവനാണുള്ള കാളൂട്ടാ പോയി. നമുക്ക് പൈസ ഇല്ല കേട്ടോ. നമ്മൾ പിന്നെ ഈ കുട്ടി ഇത് പഠിച്ചോണ്ട് ഇതുമ്മന്ന് വേറിടാനാവില്ല വിചാരിച്ചാണ്ട് ഇതുമ്മ കൂടിയതാ. ഇനി ഓൻ പഠിച്ച് അങ്ങനെയാണ് പോയിപ്പോൾ ഇവിടെ കൂട്ടിക്കാർ 2-3 ആളുള്ളൂ ആകെ. ഇതുമ്മക്ക് ആരും വരുന്നില്ല, ഈ കാളൂട്ടിക്ക് ആരും വരുന്നില്ല. അപ്പോൾ ഇതുമ്മ കയറാനൊക്കെ പേടിക്കാരാണ്. ഇതുമ്മ കയറിയാൽ വീണളും എന്നില്ല പേടിയാണ്. ഇത് ഇവന് പിന്നെ ആ വിഷയം തന്നെയല്ല. അപ്പം അങ്ങനെ ഓൻ്റെ ധൈര്യം വന്നപ്പോൾ നമുക്കൊന്ന് അങ്ങനെയാണ് പോകാമെന്നില്ല. ഓനൊരു തൊഴിലായല്ലോ. ഓനെ ഇപ്പോൾ മറ്റേ എന്താണ് ബാലപീഡനം എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ടല്ലോ, ബാലവേല ജയിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഓഫീസർ വന്നിനി മലപ്പുറത്ത് എൻ്റെ അടുത്തേക്ക്. ഞാനൊന്നും അവിടെ അല്ല. ഇവ എടുത്തേക്ക് ഇവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ഔത്തുകയറ്റി ചായയൊക്കെ കൊടുത്ത് കുടിച്ച് ഒരു പെണ്ണേനി. അപ്പോൾ ചോദിച്ചു, ഞാനൊരു പണിയെടുത്ത് തിന്നണി നിങ്ങൾ അയക്കൂല ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഇതൊരു തൊഴിലായിട്ട് കൊണ്ടുപോകുന്നില്ല അഭിപ്രായം തന്നെയാണ് ചോദിച്ചവനോട്. ഞാൻ ഇതൊരു എനിക്കൊരു തൊഴിൽ പഠിച്ചാണ്, അത് ഇങ്ങോട്ട് കുടിക്കോട്ട് കൊണ്ടുവരലില്ല, അത് കിട്ടണമൊക്കെ ചാരിറ്റി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ കൊടുക്കുന്ന പറഞ്ഞു. അതിൽ മുപ്പത്തി എന്താ എൻ്റെ ഉറച്ച തീരുമാനമാണ് ചോദിച്ചു. തീരുമാനമാണ് പറഞ്ഞു. ഓരോ പോയി.